ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? നമുക്ക് സുഖം തന്നെയാണ്. അപ്പം ഇന്ന് രാവിലെ നീച്ച് വന്നപ്പോൾ തന്നെ കറണ്ടൊന്നുമില്ല, ഭയങ്കര മഴ, അങ്ങനെയൊക്കെയുള്ളൊരു ദിവസമാട്ടോ. അപ്പം ഞാൻ ഇന്നലെ രാവിലെ ചായക്ക് കടി ഉണ്ടാക്കാനേ ദോശക്ക് മാവ് കൂട്ടി വെച്ചിരുന്നു. അപ്പം അത് ചുടണം. നൂഹക്കുട്ടി മദ്രസക്ക് പോയി. പിന്നെ ഇന്ന് 2 വിധം തോരനാട്ടെ നമ്മൾ ഉണ്ടാക്കുന്നത്. ഒന്ന് മുട്ടത്തോരനും ഒന്ന് പാവയ്ക്ക കൊണ്ടൊരു തോരനുമാണ് കേട്ടോ. അപ്പോൾ പാവയ്ക്ക കൊണ്ടുള്ള തോരനിക്ക് നമുക്ക് ഒരു സവാള വേണം, ഒരു തക്കാളി വേണം, പച്ചമുളക് വേണം, തേങ്ങ വേണം, അങ്ങനെയൊക്കെ വേണം. മുട്ടത്തോരൻ പിന്നെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പം നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കമൻ്റ് ഇടാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ രാവിലെ ഭയങ്കര തിരക്ക് തന്നെയാണ്, കറണ്ടും കൂടി ഇല്ലെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോൾ ഞാൻ ആദ്യം മുട്ട തോരൻ വെക്കാല്ലേ കുറച്ച് തേങ്ങയും പച്ചമുളക് കുറച്ച് ചുമന്ന ഉള്ളിയും കൂടി എടുത്തുകൊണ്ട് മിക്സിൻ്റെ ജാറിൽ ഒരൊറ്റ കറക്കിയാണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ചതഞ്ഞ് അരഞ്ഞ് പോവണ്ട, ഒന്നും ഇങ്ങോട്ട് കറക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പം അങ്ങനെ അതൊന്ന് കറക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ദാ ഇങ്ങനെയാണ് കേട്ടോ എടുത്തേക്കണേ. ഇനി നമുക്കിതിന് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലൊരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൊന്നും പൊട്ടിച്ച് കണ്ട കേട്ടോ. മുട്ട തോരനായതുകൊണ്ട് കടുകൊന്നും വേണ്ട, നൂഹക്കുട്ടിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതിലേക്ക് ഞാൻ ചെറിയ ജീരകം കുറച്ചിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് കുറച്ചിട്ട് കൊടുത്തു, 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തു, കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ഈ ചതച്ച് വെച്ച തേങ്ങ അതിലിട്ട് നന്നായി ഒന്ന് വറുക്കാം കേട്ടോ. അപ്പോൾ പച്ചമണം മാറുന്ന വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കുക. നമ്മളിതിക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ ഈ വെള്ള കളറൊന്ന് മാറാൻ വേണ്ടിയാണ്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുത്തില്ല, നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പും കൂടുതലൊന്നും വേണ്ട, കുറച്ചിട്ടാൽ മതി. അപ്പം അങ്ങനെ അതും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി അത്രയൊക്കെ ഒരു നല്ലോണം മുരിഞ്ഞായി വരുമൊന്നും വേണ്ട, എന്നാലും ആ പച്ചമണം മാറി കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്ക് അതിലേക്കൊരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് തട്ടിക്കൂട്ടി ഒരു ഭാഗത്തേക്ക് കൂട്ടിയിട്ട് ഞാനൊരു 2 മുട്ടയുള്ളൂ കേട്ടോ എടുക്കണേ, ഒരുപാടൊന്നും എടുക്കണില്ല, 2 മുട്ടയുള്ളൂ. അപ്പോൾ 2 മുട്ട കുത്തി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുട്ടത്തോരനാക്കണ എന്താ വെച്ചാൽ സ്കൂളിൽ കൊണ്ടുപോകണവർക്കൊന്നും നമ്മളെ പാവയ്ക്കത്തോരൻ പറ്റൂല, കയ്പ്പല്ലേ, ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഓൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് മുട്ടത്തോരൻ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിന് നമുക്ക് പാവയ്ക്കൻ്റെ ഉപ്പേരി അങ്ങനെയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതായത് നമ്മൾ സാധാ മുട്ടത്തോരൻ ഉണ്ടാക്കണ പോലെ തന്നെ ഇതെല്ലാം കൂടിയും വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മുട്ട നമുക്കതിലിട്ട് നല്ല പോലെ ഒന്ന് ചിക്കി എടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ മുട്ടത്തോരൻ്റെ ഒപ്പം നമ്മൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അടുപ്പ് ഇങ്ങനെ ഓരോന്ന് ഒഴിയുന്നതിനനുസരിച്ച് നമുക്ക് ജോലികളുണ്ട്. രാവിലെ മക്കൾ പോണ തിരക്കും എല്ലാം കൂടി ആയിപ്പോൾ കറണ്ടും ഇല്ല, എല്ലാം കൂടി ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ ദോശയ്ക്ക് ഇന്ന് കറി ഒന്നും ഉണ്ടാക്കണില്ല, ഇന്നലത്തെ ബീഫുണ്ട്, ബീഫ് കറി കുറച്ചുണ്ട്. അപ്പോൾ അതന്നെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മളെ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിരിക്കും. നല്ല സൂപ്പർ ടേസ്റ്റ്, അത് നല്ല വെറൈറ്റി മുട്ടത്തോരനാട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്ക് അടുത്തത് ഇനി പാവയ്ക്ക കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു തക്കാളി അരിയുമ്പോൾ നമ്മളതിൻ്റെ
ആ ഉള്ളിലത്തെ സംഭവം അരിയണ്ട കേട്ടോ, അതെടുക്കണ്ട. വെറും പുറത്തത്തിലെ ആ ഇത് മാത്രം മതി. പിന്നെ പച്ചമുളക്, പിന്നെ ഒരു സവാള, ഇതെല്ലാം കൂടി അരിഞ്ഞ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് ഉപ്പിട്ട് പിന്നെ തേങ്ങ ഇട്ടുങ്ങാണ്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സാദാ തോരൻ വെക്കണ പോലെ തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് കടുക് വറുക്കാം. കടുക് വറുക്കുമ്പോൾ ഒരു വറ്റൽമുളകും ഇതിക്കൊരു ചെറിയ ജീരകം ഒരു നുള്ളിട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക, അതാണ് ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ജീരകം, ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതുണ്ടായിരുന്നു, അത് ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ ഇല, പിന്നെ 2 വറ്റൽമുളക് ഞാൻ അതിൽ മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കുറച്ച് ഇളക്കി വേവിച്ച് പകുതി വേവായിട്ടാണ് ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു ഇച്ചിരി ഇട്ട് കൊടുത്തത് കേട്ടോ. മഞ്ഞൾപ്പൊടി അപ്പം തന്നെ ഇട്ടുങ്ങാണ്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തപ്പോൾ തന്നെ ഇട്ട് കൊടുക്കേണ്ടതേനു, അത് മറന്നു പോയതേനു കേട്ടോ. അപ്പം ഇങ്ങനെ ഇപ്പോഴാണ് ഇട്ട് കൊടുത്തേക്കണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് തോരനാണ്. ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ്. പല വിധം ഉണ്ടാക്കണോലാവും, എല്ലാവരും പല വിധത്തിലാവും ഉണ്ടാക്കുക. അപ്പം ഇങ്ങനെയൊന്നും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് പിന്നെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ കയ്പ്പ് ഒന്നും അറിയില്ല കേട്ടോ അങ്ങനെ ആയാൽ. അപ്പോൾ അതാ നമ്മളെ ബീഫ് കറി, അത് മതി നമുക്കിന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാതെ മറക്കണ്ട. അപ്പോൾ നൂഹക്കുട്ടിക്ക് ഇതിൻ്റെയൊക്കെ പുറത്ത് വല്ല പപ്പടമോ മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പപ്പടം പൊരിച്ച് കൊടുക്കാമെന്ന്. പിന്നെ ഒരു ചമ്മന്തിയും കൂടി ആകുമ്പോൾ തോരനും മുട്ട തോരനും പപ്പടവും ചമ്മന്തിയായ അത് മതിയല്ലോ. അപ്പം അങ്ങനെ പപ്പടം പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം കേട്ടോ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരും. അപ്പം എല്ലാവരും ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് തരിക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബായ്, അസ്സലാമു അലൈക്കും.